ഇന്നലെ ഞങ്ങൾ ഈ കാണുന്ന പമ്പിലാണ് വണ്ടി സൈഡാക്കി കടന്നുറങ്ങിയിട്ട്. അപ്പോൾ എല്ലാവർക്കും സ്വർഗ റിയൽ എസ്റ്റേറ്റ് ട്രാവൽ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ടിയുണ്ടോ? ഇന്നലെ ഇപ്പം നമ്മൾ നിന്നത് മടിക്കേരിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇപ്പുറത്തായിരുന്നു കേട്ടോ. ഈ റോഡ് വരുന്ന മടിക്കേരിയിൽ നിന്ന് വരുന്ന റോഡാണ്. ഇനി റോഡ് നേരെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൈസൂരൊക്കെ പോണതാണ്. നമ്മളേ ഈ സ്ഥലത്തിന്റെ പേരെന്താ അറിയോ? ഹൊസാക്കോട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ചർച്ച് നോക്ക്. ക്രിസ്ത്യൻ ചർച്ചാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ട് അല്ലേ? അടിപൊളി നല്ല ചർച്ചിലെ. അപ്പൊ ഹൊസാക്കോട്ടെ അല്ലേ? ഹൊസാക്കോട്ടെ എന്ന് പറഞ്ഞ ഇപ്പുറത്തൊരു മാരേജ് ഹാള്, അതുപോലെ തന്നെ ഇതാണ് ഇപ്പുറത്ത് കണ്ടോ മുസ്ലിം പള്ളിയുണ്ട് അടുത്ത്. വീടുകളാണോ അത്? വീടുകള് നല്ല വലിയ വലിയ വീടുകളാണല്ലോ. അങ്ങോട്ടാണ്ട് കൊറേ ഉണ്ടല്ലോ. അങ്ങോട്ടൊക്കെ കൊറേ വീടുകളുണ്ടല്ല. അത് ചന്ദനത്തിന്റെ തോട്ടം അല്ലേ? അത് എന്താന്നറിയില്ല, ആണ് തോന്നുന്നത്. അവിടെ ഒരു 3 നില വീട്. ആ വീടല്ല, അത് ക്വാർട്ടേഴ്സ് അല്ലേ? അതോ? അപ്പം ഇന്നത്തെ ഞങ്ങളെ യാത്ര എന്ന് പറഞ്ഞാല് ഞങ്ങൾ കർണാടകയിലെ ശ്രാവണബെലഗോള ജെയിൻ ടെമ്പിൾ ആണ്. അങ്ങോട്ടാണ് ഇപ്പൊ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷെ എന്താ പറയാ, രാത്രി അവിടെ എത്താന്നുള്ള രീതിയിൽ പോന്നു. നമുക്ക് കുറച്ച് വഴിയൊക്കെ തെറ്റി വഴി തെറ്റി കുറച്ച് എന്താ പറയാ 1.5-2 മണിക്കൂർ വേറെ ഓടിയില്ലേ നമ്മള്. കിച്ചുവിന്റെ അടുത്ത് മാപ്പ് കൊടുത്തു. കിച്ചു ഞാന് ശ്രാവണബെലഗോളന്നൊക്കെ എഴുതാൻ പറഞ്ഞു. അത് ഞാൻ സ്പെല്ലിംഗ് എല്ലാം പറഞ്ഞെല്ലാം ക്ലിയർ ആയി കൊടുത്തപ്പോ കിച്ചുവിന്റെ അടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് പാളി. കിച്ചു അത് നേരെ വീട്ടിലോട്ട് വെച്ച്. അപ്പം മടിക്കേരി ഞങ്ങൾ വിരാജ്പേട്ട അവിടുന്ന് ഇങ്ങനെ വന്ന് കയറി വന്നപ്പോ മടിക്കേരി കഴിഞ്ഞ് അങ്ങനെ വീട്ടിലോട്ട് പോണ വഴിയെത്തില്ലേ. പിന്നെ വീട്ടിലോട്ട് എത്ര 2 മണിക്കൂറാണ് പിന്നെ കാണിക്കുന്നത്. ജസ്റ്റ് എന്താ പറയാ മാപ്പ് ഒന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സംഭവം പാളിയെന്ന്. പിന്നെ അവിടുന്ന് പിന്നെ മാപ്പെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ അവിടെ വന്നൊരു ആ പമ്പിൽ കിടന്നുറങ്ങി. ഇന്നിപ്പോ രാവിലെ നേരം വെളുത്ത് ഇങ്ങനെ പോവുക കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 115 കിലോമീറ്റർ നമുക്ക് അങ്ങോട്ട് പോകാനുണ്ട്. ഒറ്റക്കൽ പ്രതിമയാണ്, പോയി കാണാം. ജെയിൻസ് ടെമ്പിളിന്റെ അവിടെ നമ്മൾ പോയിട്ടില്ല, ആദ്യമായിട്ട് പോവുകയാണ് അങ്ങോട്ട്. അപ്പൊ അത് കാണാനുള്ള ആകാംക്ഷയിലും ഒക്കെ ഉള്ള യാത്ര. ഇനി അപ്പൊ അതിന്റെ ഇടയ്ക്ക് വേറെ ഇതുണ്ട്, ഫുഡെല്ലാം ആക്കണം, ചായ ഇടണം, അങ്ങനെ പതുക്കെ പോകുള്ളൂ. വെള്ളമൊക്കെ എടുക്കണം. ഇനി പമ്പ് എന്തായാലും അത് കണ്ട് ചിലപ്പോ രാത്രി തന്നെ തിരിച്ച് റിട്ടേൺ തിരിച്ചു പോരും. ഇല്ലെങ്കിൽ അവിടെ സ്റ്റേ അടിച്ച് വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾ കാണാനുള്ള നോക്കും. റോഡ് നല്ല അടിപൊളി റോഡല്ലേ? എന്താ സ്റ്റൈലില്ല, നീളത്തിൽ കിടക്കണ നോക്കി. എത്ര ചുറ്റുപാടും കാടില്ലേ? ഫോറസ്റ്റ് ആണ്. ആനക്കടും കാപ്പിത്തോട്ടമല്ല, കാപ്പി ഇല്ലല്ലോ. ഇത് വേറെ മറ്റേ നമ്മളെ ചന്ദനോ അങ്ങനത്തെ വേറെന്തോ ഒരു മരവാ. യുക്കാലിസ് മരോ എന്താണ്? ആന ഇറങ്ങോ? ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാ. ഇത് അക്വേഷ്യ മരങ്ങളെ പോലെ ഉണ്ടല്ലോ, അതാണത്? എന്താണാവോ, അങ്ങനെ എന്തോ മരങ്ങളാണ് ഫുള്ളില്ലേ. നമ്മള് നേരെ കുശാൽ നഗറിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. ആ ബസ് എനിക്ക് വരുന്ന പുക ഫുള്ള് നേരെ പുക വരുന്നതിനകത്ത്. കൽക്കരിക്കാണോ ബസ് വിടുന്നത്? ബസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടം പോലെ പോകണ്ടല്ലോ അല്ലേ? ഒരുപാട് അടിപൊളിയാ. മുളങ്കാടുകൾ. നമ്മളേ കുശാൽ നഗറില്ല, ടിബറ്റൻ കോളനി ഇല്ലേ, ആ റോഡിനാണ് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മള് പോയിരുന്നില്ലേ? അവിടെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് പോണതാണ്. അങ്ങോട്ടേക്ക് എന്തേരെ നീളത്തിലാ റോഡ് കിടക്കുന്നത്, നോക്കത്താ ദൂരത്ത് അങ്ങനെ കിടക്കാണ് റോഡ്. ഊരിന വഴിക്കുള്ള കാഴ്ച കേട്ടോ. ഇത് നോക്കടാ കിച്ചു, എന്തേരാ ഇന്റർലോക്കിന്റെ കട്ട, ചെടിച്ചട്ടികള്, പിന്നെ ആനിമൽസ്, അതൊക്കെ ജിറാഫ്, എന്തൊക്കെ സാധനങ്ങളാണോ. അടിപൊളിയില്ലേ? എന്തൊക്കെ എങ്ങനെ ഉണ്ടാക്കണത്? അത് ഇവിടുന്ന് ആക്കി വിൽക്കുന്നതാണല്ലേ? ഇവരെന്നെ ആക്കണതായിരിക്കും അല്ലേ? ഇവിടെ ഈ ഒരു ഏരിയയില് ഫുള്ള് ഇതേപോലെ കരകൗശല വസ്തുക്കളുടെ ഒരു ഇതാണ്. ഇവിടെ നോക്കി, ഇവിടെ അതേ മൺചട്ടികള്, മണ്ണിന്റെ സംഭവങ്ങളില്ലേ, ചെടികളൊക്കെ വെക്കണത്, ഇന്റർലോക്ക്, പിന്നെ പല വിഗ്രഹങ്ങള്, എന്തൊക്കെ. നമ്മളിപ്പം ഇവിടെ എത്താറായി. എന്താ പറയുന്നത്? കുശാൽ നഗർ. സംഭവം റെസ്റ്റോറന്റാ. അത് റെസ്റ്റോറന്റ് ആണ്, കഫേ ലോഞ്ച്. ഞാൻ ആദ്യം കണ്ടപ്പോ നല്ല മോഡൽ ഒരു വീട് കരുതി, പിന്നെ നോക്കുമ്പോഴാണ് എന്ത് രസമുണ്ടല്ലേ അത്. നല്ല മോഡൽ, മനോഹരമായ രീതിയിലാണ് അതിന്റെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ? പെട്ടെന്ന് നോക്കുമ്പോ നമുക്ക് ഒരു വീട് പോലെ തോന്നുള്ളൂ. വൈകുന്നേരം ആയിരിക്കും അതിന്റെ
പിന്നെ ലൈറ്റും ഫുള്ള് സംഭവങ്ങളും സെറ്റപ്പും ആൾക്കാരൊക്കെ വരുന്നത് അല്ലേ? ലോറിയൊക്കെ ഏതാല്ലേ വലിയതാണ്, വലിയ ലോറിയാണ്. സ്റ്റിക്കറൊക്കെ ഉണ്ടല്ലോ ഫുള്ള്, മൊത്തത്തിലൊരു നീല കളറില്ലേ അത്. എന്തേര കടകളാണോ? കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. നമ്മളിപ്പോ പോണത് പിന്നെ കുശാൽ നഗർ ടൗണിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിലെ കുശാൽ നഗർ ടൗണൊക്കെ ഉണർന്ന് വരുന്നേ ഉള്ളൂ. ഈ സമയത്തൊന്നും ഇവിടെ തുറക്കൂലല്ലേ? 8:30. നമ്മളവിടെയൊക്കെ കുറേയൊക്കെ തുറന്നിട്ടുണ്ടാവില്ലേ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ? ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ തുറന്നിങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. പൂക്കടകളൊക്കെ ഉണ്ട് സൈഡിൽ കൂടെ ഒക്കെ. അതിൻ്റെയൊക്കെ അവിടെ പൂക്കച്ചവടക്കാരൊക്കെ എന്തേരാണോ? അപ്പുറം ആ റോഡില്ലേ വലതുവശത്തോടുള്ള, അത് മൈസൂർ റോഡ്. നമുക്ക് ഈ റോഡിനാണ് പോകേണ്ടത്. ആൾക്കാരൊക്കെ ജോലിക്ക് പോണോലും മറ്റുമൊക്കെ. ട്രാഫിക് പോലീസൊക്കെ പോകുന്നുണ്ടല്ലോ, ഡ്യൂട്ടി തുടങ്ങാറായി കാണും. സ്കൂളൊക്കെ ഇപ്പൊ ഈ ഒരു ടൈമില് ഒരു ഇതൊക്കെ എല്ലാം ജോലിക്കാരൊക്കെ ആവും ഇറങ്ങണല്ലേ. റോഡൊക്കെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ടോ? പ്ലാസ്റ്റിക്കോ പേപ്പറോ സാധനങ്ങളോ ഒന്നുമില്ല. എല്ലാരും അവരവന്റെ കടന്റെ ഫ്രണ്ട് ഭാഗമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി കഴുകി ഇടുന്നുണ്ട് അല്ലേ? കോലം വരയ്ക്കുന്നുണ്ടല്ലോ ഓരോ കടയുടെ മുന്നിൽ നോക്കി കോലം വരയ്ക്കുന്നുണ്ട്. കുശാൽ നഗർ ടൗണിൽ കൂടെ ഉള്ള എല്ലാരും അടിച്ചു വാരി വൃത്തിയാക്കി നോക്കി അവരവരുടെ കട കാണുന്നുണ്ട്. എപ്പോഴും അതുപോലെ ആയിരിക്കും അല്ലേ? നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടാണ് എല്ലാവരും കൊണ്ടുനടക്കുന്നത്. സ്ട്രേറ്റ് റോഡ് 21 കിലോമീറ്റർ ഇതേ റോഡിൽ കൂടെ തന്നെ പോകേണ്ടി വന്നു. 21 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനി അടുത്തൊരു റൈറ്റിലോട്ട് ടേൺ കിട്ടുന്നത്. ഒരു ഹൗസിംഗ് ഏരിയ ഇല്ലേ അത്? വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ. ഇതിങ്ങനെ അപ്പാർട്ട്മെന്റ് പോലെയാണോ? അത് നോക്കി സാധാ വീട് പോലെ അല്ലല്ലോ അല്ലേ? ഇവിടെ ഇനി എല്ലാരും വീടിന്റെ താഴത്തെ ഭാഗം കട റൂമും മുകളിലും അല്ലെങ്കിൽ പുറകോട്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും. നമ്മളെ നാട്ടിലത്തെ പോലെ ഏക്കറിനല്ല ഇവിടെ വില, സ്ക്വയർ ഫീറ്റിനാണ്. ഇങ്ങോട്ടോ അങ്ങനെയാല്ലേ? ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര റേറ്റ്. ഇവിടെ ഹെൽമെറ്റ് ഒന്നും നിർബന്ധമല്ല, 3 ആൾക്കൊക്കെ പോകാട്ടോ. 3 ആളൊക്കെ പോകുന്നുണ്ട്, ഒരാളെ ഹെൽമെറ്റ് വെച്ചിട്ടുള്ളൂ. ഈ റോഡ് എനിക്ക് തോന്നുന്നത് ഹസനിൽ പോണ റോഡാണ്. ഹസൻ പോയി നമ്മള് ഹസനിലേക്ക് എത്തുമ്പോന്ന് ഹസൻ ഡിസ്ട്രിക്റ്റിലാണ് നമ്മളെ ആ ഒരു ഇതുള്ളത്. ഈ ഒരു പമ്പിൽ നിന്ന് വെള്ളം എടുക്കാല്ലേ? നല്ല വൃത്തിണ്ടല്ലോ വെള്ളം. ഏത് സൈഡിലാണ് നോക്കണല്ലോ. ആടെ നേരെ സൗകര്യമായി ഇല്ല. അത് ചോദിച്ചിട്ട് എടുക്കാതിരിക്കല്ലോ. വണ്ടി നേരെ തിരിച്ചിടാം, കറക്റ്റ് സൗകര്യം. പക്ഷെ നമ്മളത് കളയാൻ മറന്നില്ലേ? നല്ല വെള്ളമായിരിക്കൂലേ? നല്ല വെള്ളമാണ് എന്നാണ് തോന്നണത്. വെള്ളം കുഴപ്പമുണ്ടാവില്ല. നമുക്കേ ഈ ക്യാനിൽ ഫുള്ള് നിറക്കണം. കുഞ്ഞാവേ കുപ്പിക്കകത്തൊക്കെ നിറക്കി നിറച്ചോ. ഇത്രയല്ലേ സ്ഥിരം പരിപാടി അല്ലേ? അല്ല എല്ലാരും ഇങ്ങനെ എടുത്തിട്ട് പോണല്ലേ ലോറിക്കാരൊക്കെ. വണ്ടി നമുക്ക് ഇവിടെ സൈഡാക്കിടാം അല്ലേ? വണ്ടി ഇവിടെ സൈഡാക്കിട്ട് അടിപൊളി ഒരു കാഴ്ച കാണാൻ നമ്മൾ പോണത്. ഇത് അമ്പലമാണ് അല്ലേ? നമ്മള് ഹൈവേ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി അപ്പൊ പോണ പോക്കിന് ഇവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ ഇങ്ങനെ നിക്കണം. ആ കാഴ്ച കണ്ടപ്പോ പോയി നോക്കാം നമുക്ക്. കിച്ചു ഇന്ന് നമ്മള് പൊളിക്കടാ. എന്താന്ന് മനസ്സിലാവണില്ലല്ലോ. ചേട്ടായിക്ക് കുറച്ചൊക്കെ കന്നഡ വായിക്കാൻ അറിയില്ലേ? എനിക്കും തട്ടിമുട്ടിയൊക്കെ ഒപ്പിച്ച് ഇങ്ങനെ വായിക്കാൻ നോക്കി ചേട്ടായിയേ. മീനുണ്ടോന്ന് അറിയില്ല. ഏതേലും പാലാണ്, തൂക്കുപാലം കാണുന്നുണ്ട്. ടൂറിസ്റ്റ് എൻട്രി. അല്ല ഇവിടെ ടിക്കറ്റ് ഒക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ടിക്കറ്റ് എന്തിന്? ടിക്കറ്റ് ചേട്ടാ ഇപ്പൊ എന്താ പറഞ്ഞ? ടൂറിസ്റ്റ് എൻട്രിയോ? എൻട്രി എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതിയേ ടിക്കറ്റ് ഒക്കെ എടുക്കണം ഇനിന്ന്. ഓ ഇത് കേറി വരുന്ന വഴി തന്നെ നോക്ക്. അതുകൊണ്ട് അതിന്റെ മേലെ കണ്ട തേനീച്ചക്കൂട്. അത് ഞാൻ എവിടുന്നൊക്കെയോ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഇന്നാള് കേറി അതേമാതിരിക്കുണ്ട് പാലം. ഇത് ആടൂല.
ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നും ആടൂല കുലുങ്ങിയുള്ളു പറഞ്ഞില്ലേ. ഇല്ലടാ ഇത് ഈ സ്ലാബ് ഇട്ടിട്ടുണ്ട്. ഇജണ്ട് വന്നാ ചങ്ങായി ഓൻ പേടിച്ച് നിക്കുക. ഇത് പിന്നെ വേറെ സംഭവം ഉണ്ട്. നമ്മൾ മമ്പാട് പുഴ കടന്ന് പാലം കടന്ന് എത്ര പോയതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാലമാണോ? ഇവിടുന്നുള്ള കാഴ്ച കണ്ടോ എന്താ രസം എന്ന് പറയാൻ കേട്ടോക്കെ. ഇതിലേറെ വലുതാണ് നമ്മളെ ചാലിയാർ പുഴ കേട്ടോ. ഇതല്ല ഇതിലാ പണിതാണ് അല്ലേ? ഫുള്ള് എന്താ ഉണ്ടാവും. മെല്ലെ അങ്ങനെ അതിനനുസരിച്ച് ബാലൻസ് ചെയ്ത് നടന്നാൽ മതി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴൊന്നുമില്ല കേട്ടോ. ഇതിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ നെറ്റ് ഉണ്ട്, കമ്പിന്റെ നെറ്റ് ഉണ്ട്. സ്ലാബ് ഇട്ടാണ് നല്ല സ്ട്രോങ്ങിലാണ് ഇതിന്റെ സംഭവങ്ങൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇന്നാള് പോയ പാലല്ലേ സ്ലാബ് എല്ലാം പൊട്ടിയത്. അങ്ങനെ തന്നെ ഇതൊക്കെ ഇവരെ ഇതെന്തെങ്ങനെ ചെരിഞ്ഞിക്കണെന്ന്. ആ പാറ നോക്കി, പാറ വെള്ളം ഒഴുകി കണ്ടോ ഒരു വേറെ ഇതായത്. അവിടെ കുഴിയായിണ്ടല്ലോ അത് സംഭവം. നമുക്ക് എന്നാ തിരിച്ചു പോകുക അല്ല അക്കരെ പോയി വരിക. ഇങ്ങോട്ട് വന്നാ നിങ്ങളൊരു പേടിയാണെങ്കിൽ ഇങ്ങോട്ട് നോക്ക്. ഇജ്ജ് പപ്പാച്ചിൻ്റെ അടുത്തേക്ക് പോയിക്കോ. പപ്പാച്ചിൻ്റെ അടുത്തേക്ക് പോയിക്കോ. ഇതൊന്നും ആവൂല. ഏനാകുന്നില്ല മക. വെള്ളത്തിലോട്ട് പ്ലക്കോ പറഞ്ഞിട്ട് വീണ. ആ പാലത്തുമൊന്നല്ല എന്റെ കരാട്ടെടുക്കല്. പാലത്തുമെന്ന് എന്ത് കരാട്ട പഠിച്ച പേടി ഉണ്ടാവൂല. നല്ല രസമുണ്ടല്ലേ സംഭവം. അതെന്താ സംഭവം? വെള്ളം ഒഴുകി പോന്ന അവിടുന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരും. അവിടെ പാറക്കൂട്ടങ്ങളുണ്ട്. അപ്പൊ മേലത്തെ പാലം എന്താണ്? അത് വെള്ളം പോണതായിരിക്കും. മറ്റേ ഡാമിന്നൊക്കെ വെള്ളം പോണ പോലെ അങ്ങനെ എന്തേലും ആവും കനാല്. ഇത് ഫോട്ടോ എടുക്കണോണ്ടാണ് ടൂറിസ്റ്റ് പ്രോഹിബിറ്റഡ് പറഞ്ഞ് കാണിക്കണേ. സംഭവം നല്ല രസമുണ്ട് അല്ലേ? നല്ല രസമുണ്ട്. അതായത് പോയിക്കോളൂ. ആണ്ട് പശുക്കളൊക്കെ പുല്ല് വീണ്ടും താഴെ. ഇതൊക്കെ അതിന് നമ്മളവിടുത്തെ പോലത്തെ അല്ല, വേറെ വെറൈറ്റി ആയിട്ടുള്ള തൂണാണ്. വേറെ സൈസല്ലേ താഴെ പശുക്കളൊക്കെ പുല്ല് മേയുണ്ടല്ലേ, അമ്മയും കുട്ടികളും. നേരെ നമുക്ക് അങ്ങനെ നമ്മള് ഇക്കരെത്തി. ഇത് വേറൊരു ലോകം. പാലം പോയാല് നമ്മള് ഇക്കര കുടങ്ങും. നമ്മള് നീന്തി കിടക്കൂലേ. എന്ത് രസമുണ്ട്, നല്ല വൈബ് ഉണ്ടല്ലേ സംഭവം കാണാൻ. അധികം ആഴമില്ല തോന്നുന്നുണ്ടല്ലേ. ഇങ്ങോട്ട് പോര്. അതിലെങ്ങാണ്ട് പോയാ മതി അല്ലേ? വഴി കൊടുത്താൽ മതിയോ? പോയിക്കോളും. അത് അക്കരയിലോട്ട് പോവുകയാണ്. അത് അതിന്റെ വഴിയാണ്, അതിന്റെ സ്ഥിരം റൂട്ടാണ്. പോവാ. ഇനിയിപ്പോ ഒരു പോക്ക് അങ്ങോട്ടോണ്ട് പോയാലോ? പോകലടാ. ഞാൻ എങ്ങനെ അപ്പുറം കിടക്കൂ? നീന്തി പോകാന്ന്. ഓന് ഇതില് പോണ എനിക്ക് ഇഷ്ടമല്ലേ? നീന്തി പോയാ മതി. വെള്ളത്തിൽ കൂടെ പോണാണ് ഇഷ്ടം. പോവാടാ. എന്നാ പോവാ. വാ. സ്കൂൾ ബസ്സാണ് പോണത്. ചെങ്ങായിമാരെ ഇങ്ങക്കൊന്നും സ്കൂൾക്ക് പോകണ്ടേ? സ്കൂളിലും പോകണ്ട, ഒന്നും പോകണ്ട. അതിലെ കളിച്ച് ചിരിച്ച് കർണാടക കറങ്ങി നടക്കുക. എങ്ങട്ടാന്നില്ല, ഒന്നുമില്ല. അങ്ങനെ കറങ്ങി നടക്കാണ്. പോ വണ്ടി കയറി പോവാ. സ്കൂളിൽ കൊണ്ടുപോയി പോയി നോക്കാം നമുക്ക്. എന്തെങ്കിലും മേടിച്ചൊക്കെ ആയിരുന്നു. ബന്നുണ്ടോ? സീറ്റ് ഉള്ളോ? സീറ്റ് മറ്റേ സിനിമയുടെ ഓർമ്മ. അതെ. എത്ര 5 വാങ്ങാം അല്ലേ? ഒരു 5 കൊടു. മതിയോ? 5 മതിയോ? വേറെ ഉണ്ട് സീറ്റ് ഉള്ളത്. 5 വേറെ ഉണ്ടോ? വേറെ സീറ്റ് ഇതിലെ നോക്കാല്ലേ? പുറത്ത് വെച്ച് മൂട് കാരണം കണ്ടില്ല. ആടെ അപ്പുറത്ത് ആ കേക്ക് എടുക്കണോ? ഇതവിടെ കേക്കുകളൊക്കെ ഉണ്ടല്ലോ. ഇതെടുക്കണോന്നാ? ഇത് മധുരമായിരിക്കും അല്ലേ? അത് മധുരമായിരിക്കും. ആണോ? ഏതാ? ഇതല്ലേ? ഇതാ പറഞ്ഞത്. അതോ
ഇതാ ഇത് അല്ലേ? മതി ഉണ്ടാവും. ബന്ന് ഇനി മേടിക്കണം അത് മതി അത്രയല്ലേ? എനിക്കാണ് 5 5 ചേട്ടയ്ക്കാണ് വേണ്ടിട്ടില്ലേ? അപ്പൊ ഉണ്ടാവൂലേ? അത് മതി. കുറച്ചല്ലേ ഇപ്പൊ ഒരു രണ്ടിന്. പിന്നെ ആ ഞുറുക്ക് പോലത്തെ സാധനം ബാഗിൽ വെക്കാം. എത്ര? 205 205. അപ്പൊ കഴിക്കാനുള്ള പലഹാരമായി. എന്നാ കഴിക്കാൻ എടുത്തോളൂ. കഴിക്കാൻ എടുക്കുക. തുടങ്ങിയോ? ഇത് ബന്നല്ല, അത് വേറെ സംഭവം. പൊടിഞ്ഞു ചാടുമല്ലോ. എനിക്ക് എന്റെ ബന്ന് കിട്ടിയ എനിക്കൊരു ബന്ന്. ഇതല്ല, എനിക്ക് ബന്ന് മതി. ഇത് ബന്ന് ഇഷ്ടപ്പെട്ട് മേടിച്ചല്ലേ? അത് കുഴപ്പമില്ല. എങ്ങനെ രസമുണ്ടോ? ഇവിടെ വേറെ നല്ല കടകളൊക്കെ ഉണ്ടല്ലോ. മതി. നമ്മള് പിന്നെ അങ്ങനെ ബേക്കറിയൊന്നും തീറ്റല്ലോ. ബന്നല്ല കാര്യായിട്ട്. സോമവാരപ്പേട്ട്. സോമവാരം പറഞ്ഞാ രവിവാരം, സോമവാരം, ചൊവ്വാഴ്ച. സോമവാരപ്പേട്ട് സ്ഥലത്തിന്റെ പേരാണ്. ആണോ? ഭഗവാൻ. ഓ പോക. എന്താണ്? സോഫ്റ്റ് ബന്ന്. ബന്നൊക്കെ തിന്ന, വെള്ളം കുടിക്കുക. നേരെ ആ സ്ഥലത്തിന്റെ പേരെന്താ? ഗോപാലപുര ബനവാരേ. രണ്ടിൻ്റെ കൂടി അവിടെ നിന്നെങ്കിൽ റെഡിക്ക് കിട്ടുള്ളൂ. അപ്പൊ ബന്നൊക്കെ തിന്ന് ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഗൈസ് നല്ല സോഫ്റ്റ് ബന്ന്. നമ്മള് യാത്രയിൽ നമ്മളിങ്ങനെ ബന്നാണ് കൂടുതൽ അല്ലേ? ബന്ന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. ഇനി ഉച്ചക്ക് ചോറുണ്ടാക്കണം. ഇനി അവിടെ എത്തി സംഭവങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഫുഡാക്കാം അല്ലേ? സ്വസ്ഥമായിട്ട് എല്ലാം റെഡിയാക്കി കഴിച്ചിട്ട് എന്താ വെച്ചാൽ നമുക്ക് പിന്നെ അവിടുന്ന് തീരുമാനിക്കാം. ഓ അത് വേറെ അല്ലേ? കാണാൻ നല്ല സ്റ്റൈലുണ്ടല്ലോ. ക്രീം അല്ലതാ? ഇത് മതിയല്ലോ. നമ്മളിപ്പോ പോണ പോക്കിലേ ഇവിടുത്തെ ഒരു കൃഷി കണ്ട്. അപ്പൊ ഈ ഒരു ഇത് എന്ന് പറഞ്ഞാല് കർഷകർക്കുള്ളതാണ്. അതെ, കർഷകരായ ആൾക്കാർക്ക് നമ്മളെ ചങ്കൾക്കും വേണ്ടി കാണിച്ചു കൊടുക്കാണ്. ഈ ഒരു ഭാഗത്തുള്ള ഇഞ്ചി കൃഷിയാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ. അതും ഫുള്ള് സ്പ്രിംഗ്ലർ ഒക്കെ വെച്ചിട്ടാണ് ഈ നനയ്ക്കുന്നത് കേട്ടോ. സ്പ്രിംഗ്ലർ വെക്കാറ് ഇങ്ങനെ പറന്ന് പിടിച്ച് വെള്ളം വെറുതെ പോകല. അവിടെ നോക്കിയാൽ അതിന്റെ കറക്റ്റ് അതിന്റെ ചോട്ടിന് ചെറിയതായിട്ട് ഇങ്ങനെ പോകുന്നത്. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാല് ഈ സ്ഥലത്തിന്റെ ഉടമയാന്ന് തോന്നുന്നത്, ഉടമേന്റെ വീടാന്ന് തോന്നുന്നത് അല്ലേ? വീടാണോ ഇനി എന്തേലും പണിക്കാര് നിക്കണ ഷെഡ് അങ്ങനെ വീടാണോന്നുള്ള അറിയില്ല. നമ്മളെ നാട്ടിലൊരാക്കൊരു ഇതേപോലെ ഒരു 4 ഏക്കർ 5 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വീട് എത്ര വലിപ്പം ഉണ്ടാവും. അതേപോലെ ഈ ഒരു ഭാഗത്ത് നോക്കണേ, ഈ ഒരു ഭാഗത്തും ഇതേപോലത്തെ വീടുകളൊക്കെ ആണ്. ആ ഒരു ഭാഗം മൊത്തം അവരുടെ തന്നെയാന്ന് തോന്നുന്നു അല്ലേ? നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ് നമ്മളെ ഈ ഒരു ഏരിയ കൂടെ കാണുന്നത്. ചെറിയ വീടില്ലേ, നല്ല സ്റ്റൈലുള്ള ഒരു വീട് കേട്ടോ. പണ്ടത്തെ ആ ഒരു മോഡല്, ആ ഒരു രീതിയിലുള്ള എല്ലാ വീട്ടിലും ഇതാണ്. ഇതേപോലെ പശുക്കൾ ഉണ്ടാവും അല്ലേ? പശുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് പാടൊക്കെ ഉഴുത് മറച്ചിട്ടുണ്ട് അല്ലേ? അവിടെ പുതിയ കൃഷി വരും. അവിടെ എന്തൊക്കെയോ കൃഷിയൊക്കെ ചെയ്യാനുള്ള പോണ വഴി ഫുള്ള് കൃഷികളാണ്. ഇതേപോലെ കുഞ്ഞു വീടുകൾ, അതൊക്കെയാണ് രസങ്ങളിലെ സംഭവം. വീടിന്റെ മുന്നിൽ കോലെല്ലാം വരച്ചിട്ടുണ്ട്. അത് ചെടികളിലോട്ട് നമുക്ക് അങ്ങോട്ട് കാണാത്ത കേട്ടോ. അപ്പുറത്തെ വീട്ടിലത്തെ അയാൾ കുറച്ച് റിച്ച് ആണ്. ഇഞ്ചി അയാൾ തന്നെയാന്ന് തോന്നുന്നു. അവര് വാർപ്പിന്റെ വീടാക്കിയിട്ടുണ്ട്. അപ്പുറത്തെ ഇഞ്ചി കൃഷി ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ് ആ ഭാഗത്ത്. കാറുണ്ട്. കുറച്ച് റിച്ച് ആണ്. പിന്നെ കവുങ്ങ് നമുക്ക് ഈ ഒരു ഏരിയയിൽ പറ്റുന്നില്ല. ചൂട് കൂടുതലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കവുങ്ങെല്ലാം കാണുമ്പോ ഒരു ഉഷാറില്ല. ബസ്സൊക്കെ വരുന്നുണ്ടല്ലോ, എന്ത് രസം. പെരും സ്പീഡല്ലേ? മടിക്കേരിയിലോട്ടാണ് പോണത്. എവിടേക്കാ? മടിക്കേരി. ഇവിടെ ഹെൽമെറ്റ് ഒന്നും നിർബന്ധമല്ല കേട്ടോ. ഓട്ടോയൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഓട്ടോയും
വണ്ടികൾ ഭയങ്കര സ്പീഡിൽ പോണ. ഞാൻ എന്താ പറയാ, അവിടെ ഒരു കവുങ്ങ് തോട്ടം ഉണ്ടായിരുന്നു, അത് കാണിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. പക്ഷെ അത് എന്താ വെച്ചാല് റോട്ടിൽ നിന്ന് തന്നെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അതെന്താ വെച്ചാൽ ഫുൾ ഉണങ്ങി ഇങ്ങനെ ഒരു അത്ര ഒരു സുഖല്ല. ഒന്നും വേണ്ട, ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ തന്നെ കാണാൻ തൈകള് ഒന്ന് രണ്ട് കൊല്ലൊക്കെ ആയ കവുങ്ങാണ്. പക്ഷെ അതൊന്നൊരു ഉഷാറില്ല അങ്ങോട്ടൊന്നും. അപ്പൊ നമ്മൾ ഓരോ സ്ഥലങ്ങൾ എടുക്കുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം അല്ലേ, ഓരോ കൃഷിക്കൊക്കെ പറ്റുന്ന മണ്ണുള്ള സ്ഥലങ്ങളാണോ. വേറെ കാര്യമുണ്ട്, കൃഷിക്കും എന്ത് കൃഷിക്കും പറ്റിയ സ്ഥലം നിരന്ന സ്ഥലമാണ്. കുന്നും മലയും കയറി നടക്കണ്ട. പാത്രമാണ് അല്ലേ, സ്റ്റീൽ പാത്രങ്ങള്. രണ്ടാളുണ്ടല്ലോ, ഒരാളുണ്ട് ഗ്യാങ് ആയിട്ട് പോകുക. ലച്ചു, രാമനാഥപുര 10 കിലോമീറ്റർ, ഹസൻ 63 കിലോമീറ്റർ, സകലേഷ്പുര 64 കിലോമീറ്റർ. ആ ലാസ്റ്റ് പേരെന്താ? അരകലകുടു. അരകലകുടു അങ്ങനെ എന്തോ. ഇതേപോലെ അമ്പലത്തിന്റെ കമാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. മുതലാളിയാണോ വരുന്നത് ഉണ്ടോ, ഫോണൊക്കെ വിളിച്ചിട്ട്. ചോളം, അത് ചോളം അല്ലേ, ചോളം. ഇതവിടെ തീറ്റപ്പുല്ല് കൃഷി. അതെന്തോ മെഷീൻ വെച്ചിട്ട് അടിക്കുന്നുണ്ട് അവിടെ. ചിലപ്പോ അവർക്ക് പശു എല്ലാം കാണുമായിരിക്കും കൂടുതല്. എല്ലാ വീട്ടിലും പശു ഉണ്ട് അല്ലേ. ആണ്ട് ഇവിടെ ഇഞ്ചിയും ചോളമൊക്കെ ആണ്ട് ഇവിടെ മൊത്തത്തില് ചോളാണ് കൂടുതൽ കാണുന്നത് അല്ലേ. ഇവിടുത്തെ 3 പശു ഉണ്ട്. ഇവിടുത്തെ റിച്ച് മാൻ, കുറച്ച് ആടും ഉണ്ട്. ധന പശു. മുതലാളിക്ക് എന്താ പറയാ അങ്ങനെ അറിയില്ല. പൈസ കൂടുതലുള്ള ആൾക്കാർ വേറെന്തോ ഒരു പേര് പറയവര്. ധനി. പശുക്കളൊക്കെ നോക്കി നിൽക്കുന്നേ എല്ലാരും വീട്ടിലുണ്ട് തന്നെ. പിന്നെ അതൊക്കെ ചേമ്പ് കൃഷി ഉണ്ടോ, കുറെ നല്ല ഒരുവിധം എല്ലാ വീട്ടിലും പശുക്കളാണ് അല്ലേ. കുഞ്ഞു വീടുകളാണോ ഇതൊക്കെ. ഈ വീടൊക്കെ നല്ല സ്റ്റൈൽ ഉണ്ട് അല്ലേ. ഇതൊക്കെ വിഷ്ടിക കൊണ്ടുള്ള പണിത വീട്, പഴയ വീട്. പഴയ ട്രാക്ടർ. പഴയതാണോ പുതിയതാണോ ഇവിടെ ഉപയോഗിക്കണ തന്നെ അല്ലേ. ട്രാക്ടറുള്ള ആൾക്കാരൊക്കെ മുതലാളിമാരാണ് കേട്ടോ. എല്ലാവരും വീട്ടിലുണ്ടെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഈ പാടം ഉഴുതു മറിക്കാനും അങ്ങനത്തെ പരിപാടിക്കൊക്കെ ട്രാക്ടറാണ് കൂടുതലും. സ്വന്തം ആവശ്യത്തിനൊക്കെ അങ്ങനെ ഉപയോഗിക്കൂലേ. അങ്ങോട്ടൊക്കെ ഗ്രാമങ്ങളാണ്. ഗ്രാമങ്ങളിലൊന്നും കയറാൻ നമുക്കിപ്പം സമയം ഇല്ല. നമ്മൾ പിന്നെ സമയം അതിക്രമിച്ചൂലേ. സംഭവം എന്താ വെച്ചാൽ ഇറങ്ങിയ ചാണകം ചവിട്ടും. എല്ലായിടത്തും ഉണ്ട്. ഈ സാധനം എന്താന്ന് മനസ്സിലായി എനിക്ക്. കാബേജ് ആണോ കോളിഫ്ലവർ ആണോ അതോ? കോളിഫ്ലവർ അല്ലേ അതുപോലെ ഉണ്ട് അല്ലേ. എനിക്ക് വേറെയും തോന്നുന്നുണ്ട്. പുകയില ഉണ്ടല്ലോ, അതും ഇതേപോലെ വലിയ ഇലയാണ്. എന്താന്ന് ഒരു പിടുത്തല്ലോ കേട്ടോ. അപ്പുറത്ത് ചോളം. പിന്നെ വേറെ കാര്യം, ഈ ഒരു ഭാഗത്ത് കവുങ്ങ് നല്ലോണം ഉണ്ടാവുന്നുണ്ട്. നല്ലൊരു കവുങ്ങ് ഏരിയയാണ്. ധനിയ പോകുന്നു. ഇതെന്ത് കോളിഫ്ലവറാ? പുകയില. ಅದು ಏನು ಗೊತ್ತಿಲ್ಲ ಅದು ಸುಮ್ಮನೆ ನೋಡಿದ್ದು. ಎಲ್ಲಿ ಮನೆ ಇಲ್ಲಿಯಾ? ಎಲ್ಲಿ ಹೋಗ್ತದೆ? ಸರಿ ഓക്കെ. പുകയിലാണ് ഞാൻ പറഞ്ഞില്ലേ. ഇല കണ്ടപ്പോ ഇങ്ങനെ തോന്നി. ഓരെന്താ പറഞ്ഞത് അവര്? സിഗരറ്റ് ആക്കുന്നത്. അപ്പൊ പുകയിലാണ് സാധനം. ചില സംശയം തോന്നി. ഞാൻ നമ്മളെ കുണ്ടൻകുഴിയിലുണ്ടായിരുന്നു ഇതേപോലെ. നോക്കി നിന്ന് അതിനുള്ള ഇത് കിട്ടുകയും ചെയ്യും. ആരേലായിട്ട് വരും, എന്തായാലും ചോദിക്കും ചെയ്യും. ഇതൊക്കെ കവുങ്ങൊക്കെ ഈ ഒരു ഏരിയയില് കവുങ്ങ് കുഴപ്പമില്ലാതാവുണ്ട് അല്ലേ. ചിലപ്പോ നോക്കണേന്റെ അതാവും ചേട്ടായേ. നോട്ടക്കുറവിന്റെ അതൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ നല്ല രീതിക്ക് നോക്കണ്ട. അതാണ് വേറെ കാര്യമുണ്ട്. എല്ലാ മണ്ണും എല്ലാത്തിനും പറ്റൂല. ചില സ്ഥലത്ത് കവുങ്ങ്, ചില സ്ഥലത്ത് ഇതേപോലെ കൃഷി. അങ്ങനെയുള്ള നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് കർണാടകയിലോട്ടൊക്കെ ഇതേപോലെ പാട്ടൊക്കെ എടുത്തിട്ട് കൃഷി ചെയ്യാനൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലൊക്കെ ഉണ്ട് തോന്നുന്നു. ഹസന് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഇതേക്ക് അടിപൊളി തോട്ടല്ലേ. അത്യാവശ്യം നല്ല കായം പിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഇത് നല്ലോണം നോക്കുന്നുണ്ട്. കറണ്ടിന്റെ കണക്ഷനും വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. വേറെ സംഭവം ഉണ്ട്. ആ ഭാഗം പുല്ലരിഞ്ഞാണ്ടോ ഫുള്ള് വൃത്തിക്ക്. ഇത് ഇവർക്ക് തന്നെ ചിലപ്പോ പശുക്കളെല്ലാം ഉണ്ടാവും ഇവരെന്നെ വീട്ടില്. അപ്പൊ അതിന് ഓരോ ഭാഗം അരിഞ്ഞ് തീരും. നമ്മള് പണ്ട് മുസ്തഫാക്കാന്റെ വീടിന്റെ അവിടെ കണ്ടില്ലേ നിൽക്കുന്ന പശു.
ചിലപ്പോ അവരതായിരിക്കും ഈ പറമ്പ്. നമുക്ക് പോവാം. എന്താ വെച്ചാല് നമ്മളെ നാട്ടിലത്തെ പോലെയല്ല, കുന്നും മലകളൊന്നും ഇല്ല അധികം, നിരപ്പ് സ്ഥലമാണ്, അതായത് വാട്ടർ ലെവലിൽ അതാണ്. ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ അങ്ങനെ പോകും. ഇവിടുന്നാണ് നോക്കി കഴിഞ്ഞാല് അങ്ങേ തല വരെ ഹസനൊക്കെ ചിലപ്പോ കാണാൻ പറ്റുമായിരിക്കും. പിന്നെന്താ വെച്ചാ നമ്മളിങ്ങനെ കൃഷികളൊക്കെ കാണുമ്പോ മൊത്തത്തിൽ എല്ലാം ഇറങ്ങി കണ്ടു പോകാനേ തോന്നുള്ളൂ നമുക്ക്. ഏതാ ഇവിടുത്തെ മെയിൻ വണ്ടി എന്ന് പറഞ്ഞാൽ ചെറിയ വണ്ടിയില്ല, മൂട്ട. അത് ഉങ്ങുമരാ. എന്ത് മരം വയ്ക്കാ? ഉങ്ങ് ലൂണ ഇല്ല, ലൂണ. അപ്പൊ അയാള് മൂപ്പര് വന്ന വണ്ടിയില്ലേ, ഒരുവിധം എല്ലാവരുടെ കയ്യിലും വണ്ടി. മണ്ണ് ലോഡ് എങ്ങോട്ടോണ്ടാണ്? മണ്ണല്ലത്, മണ്ണാണ്. പോവാ. നമ്മളെ മുത്തുമണി ഓടി 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 നമ്മളെ കൂടെ ഓടാൻ തുടങ്ങിയിട്ട് കാലം 4-5 വർഷമായി ഓടാൻ തുടങ്ങിയിട്ട്. നമ്മളെ മുത്താണ്. പോകലെന്നാ എവിടെ എത്തണം? ഇതേ ഇത് ഈ ധനിയുടെ വീടാന്ന് തോന്നുന്നു അല്ലേ? ഇത് ഫുള്ള് അവരെ സ്ഥലം തോന്നുന്നു. ഏരിയ മൊത്തം അവരുടെ സ്ഥലം തോന്നുന്നു. റോഡ് സൈഡിന്റെ ഇവിടുന്ന് ഇങ്ങോട്ട് മൊത്തം കണ്ടോ, അങ്ങ് ദൂരെ വരെ ഉണ്ട്. കൊറേ ഉണ്ടല്ലോ. അവിടെ ഇഞ്ചിയാണ്, കമ്പിവേലൊക്കെ ഇട്ട് വേറെ തിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ അതേപോലെ സ്ഥലങ്ങൾ വേണല്ലേ, നിരപ്പുള്ള സ്ഥലം. നമുക്ക് ഈ കുന്നുമല ഇവിടെ എവിടെയും വന്ന് സ്ഥലം മേടിച്ചാലോ? നോക്കിയാലോ നമുക്ക്. 4-5 ഏക്കർ സ്ഥലം, അതിൽ ചെറിയൊരു വീടുമായിട്ട് അല്ലേ? ചെറിയ കുഞ്ഞു വീട് മതി, അതേപോലെ സിമ്പിൾ വീട്. നമ്മളതിലൊക്കെ കുറെ മണിമാളികൾ പോലെ വലിയ വലിയ വീടുകൾ പണിയുണ്ട്. അധികം ഉപകാരമൊന്നുമില്ല അതല്ലേ. വീടിനൊക്കെ പൈസ ചെലവാക്കണ വെറുതെയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ലൊരു ഏരിയ അല്ലേ. നമുക്ക് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് പോന്നാലോ? ഇങ്ങോട്ട് പോരായിരുന്നു. ഇങ്ങോട്ട് പോരാല്ലേ. ഇതേപോലെ ചെറിയൊരു വീടൊക്കെ വെച്ചിട്ട് ഇതാണ്. ഇതേപോലെ ബാക്കി കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് പറ്റിയ നല്ല മണ്ണുള്ള സ്ഥലം. അതൊക്കെ കണ്ടിട്ട് കൊതിയാവുണ്ടല്ലേ. എത്രയോ ദൂരക്കണക്കിനാണ് ഇതേപോലെ കൃഷി. ഇത് ഈ ഒരു ഭാഗത്താണ് ചേമ്പ് കൃഷിയാണ്. ഇത് എത്ര വലിയ തോട്ടാന്ന് അറിയാം നിങ്ങൾക്ക് ഉണ്ടല്ലേ. ഇത് ഫുള്ള് എന്താ പറയാ ചേമ്പ്. അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട പുകയില. ഇനി ഇങ്ങോട്ട് ഇപ്പുറത്തെ ഭാഗത്ത് വരെ കാണിച്ചു തരാം. വണ്ടി പോകണ്ടോ? റൈഡേഴ്സ് ഒക്കെ കണ്ട ചേറിപ്പാഞ്ഞു സംഭവതേ അപ്പുറം ക്രോസ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. വണ്ടികൾ ദുരിതരാ വരുന്നുണ്ട്. കടമാറിയെന്നുള്ള ആ വണ്ടി കൂടി പോയാ അപ്പത്തേക്ക് പോന്നില്ലേ. കിച്ചൊക്കെ അതേമാതിരി ആയിരിക്കും ഇനി വലുതാകുമ്പോ കാണാൻ കിട്ടൂല. ചാടിക്കോ അപ്പുറം നോക്കി ചാടിയില്ലെങ്കിൽ പണി പാളും. ആ ഒരു ഭാഗത്തുണ്ടോ ഫുള്ള് പിന്നെ ഉഴുതു മറിച്ചിട്ടിട്ടുണ്ട് അടുത്ത കൃഷിക്കുള്ളത്. ഇവിടെ വീടുകൾ പണിയെന്ന് നോക്കിയാൽ ഇഷ്ടികയിലാണ് അല്ലേ. ഇഷ്ടിക ചൂളയിലാണ് പണിയുന്നത് കേട്ടോ. കണ്ടമാനം ലോഡ് ഇറക്കും ചെയ്തിട്ടുണ്ടല്ലേ. അതായത് മറ്റേ ചൂളയിൽ വെച്ച് ഇഷ്ടിക ഉണ്ടല്ലോ, ആ ഇഷ്ടിക ഉണ്ട്. നല്ല സ്റ്റൈലും ഉണ്ടല്ലേ. അതുപോലെ അപ്പുറത്തെ ആ ഒരു ഭാഗത്തേക്ക് അത് പുകയില തന്നെ അല്ലേ. മെയിൻ തന്നെയാണ് അല്ലേ. അതിന് ഇവിടെ ചേട്ടാ ഈ ഫുള്ള് എല്ലാ വീടുകളിലും ഇങ്ങനെ പെണ്ണുങ്ങൾ ഈ ബീഡി തീർക്കണല്ലേ. ഈ ഇലയാണല്ലേ. നിരപ്പുള്ള സ്ഥലം കേട്ടോ. നല്ല ലെവലായിട്ട് കിടക്കുന്ന സ്ഥലം. പൂരപ്പുറത്തേക്ക് ഞാൻ അന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടേ, ഒരു ബീഡി ഇങ്ങനെ തീർക്കണ ഈ ഇലേന്റെ തണ്ട് നടുക്കത്തെ നാരുബൽ ഇങ്ങനെ കീറി ബ്ലേഡ് വെച്ച് ഇങ്ങനെ കീറി നല്ല ഭാഗം എടുക്കും. ഇതെന്തായാലും ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലെന്തോ ഒരു സാധനം ഇടുകയും ചെയ്യും, അതിന്റെ പൊടി എന്തോ. അപ്പൊ ഈ സാധനം എന്നുള്ള ഇപ്പോഴാ അടുത്ത ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് ലോഡ് വലിക്കാനുള്ള സാധനം. സംഭവം കാഴ്ചകൾ കണ്ടിട്ടൊന്നും മതിയാവണില്ലേ. നിങ്ങളിങ്ങനെ ഇരിക്കിട്ടോ വെച്ചോ, ഇറങ്ങി വാ. കൊറേ കാണാണ്ടല്ലേ. പുകയില തന്നെ അല്ലേ. ഫുള്ള തന്നെ പുകയില പാടം. പുകയില പാടങ്ങൾ. 400 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് തിരിയണം.